തേജസ് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിന്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാനുള്ള സംവിധാനം ഇന്ത്യയിൽ ആരംഭിക്കും. F-404IN-20 എഞ്ചിനുകൾ നിർമ്മിക്കുന്ന US-ലെ ജനറൽ ഇലക്ട്രിക്കും വ്യോമസേനയും തമ്മിൽ ഇതിനുള്ള ധാരണയായിട്ടുണ്ട്. വൈകാതെ കരാറിൽ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ സംവിധാനത്തിന്റെ ഉടമസ്ഥതയും നടത്തിപ്പുമെല്ലാം ഇന്ത്യൻ വ്യോമസേനയുടെ കീഴിലാകും. GE അതിന് ആവശ്യമായ സാങ്കേതിക സഹായം, ജീവനക്കാർക്കുള്ള പരിശീലനം, അനുബന്ധ ജോലിക്കാർ എന്നിവയെല്ലാം ലഭ്യമാക്കും. സ്പെയർ പാർട്സ്, മറ്റ് മെഷീനുകൾ എന്നിവയും ജനറൽ ഇലക്ട്രിക് ഉറപ്പാക്കും. ഇന്ത്യയും US-ഉം തമ്മിൽ ഇതാദ്യമായാണ് മിലിറ്ററി സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിന് ധാരണാപത്രം ഒപ്പിടുന്നത്. വ്യോമസേന നിലവിൽ 35 തേജസ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വ്യോമസേനയ്ക്കുള്ള 180 തേജസ് മാർക്ക് 1A യുദ്ധവിമാനങ്ങളിലും GE എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ എഞ്ചിൻ അറ്റകുറ്റപ്പണികൾക്കെല്ലാം പര്യാപ്തമായ നിലയിലാകും സംവിധാനം സജ്ജമാക്കുക. തേജസിന്റെ അടുത്ത പതിവ് MK2 യുദ്ധവിമാനങ്ങൾക്കുള്ള F-414 എഞ്ചിനുകൾ GEയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന് നിർമ്മിക്കുന്നതും സജീവ ചർച്ചകളിലുണ്ട്. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമാകുമെന്നാണ് വിവരം. തേജസ് LCA വിമാനക്കപ്പലിന് ശക്തി പകർന്ന F-404IN-20 എഞ്ചിന്റെ സുസ്ഥിരതയും ലഭ്യതയും പിന്തുണയ്ക്കുന്ന ഇൻ കൺട്രി റിപ്പയർ, ഓവർഹോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഈ സൗകര്യം മെച്ചപ്പെടുത്തും. GE എയറോസ്പേസിൽ നിന്നുള്ള സാങ്കേതിക വിവരങ്ങൾ ഉപയോഗിച്ച് IAF ഇത് സ്ഥാപിക്കും. കൂടാതെ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സുസ്ഥിര ശ്രമങ്ങളെ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രവർത്തനക്ഷമമായാൽ വിദേശ റിപ്പയർ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത ഈ സൗകര്യം ഇല്ലാതാക്കും.